സർക്കാർ ആശുപത്രികളെ മോശമാക്കാൻ ഉദ്ദേശമില്ലെന്ന് വ്യക്തമാക്കിയ കെ.സി. വേണുഗോപാൽ തകരാറിലായ സിസ്റ്റം പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടു. വിമർശനം ഉന്നയിക്കുന്നവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആരോഗ്യമന്ത്രി സ്ത്രീയായതുകൊണ്ട് വേട്ടയാടപ്പെടുന്നുവെന്ന പ്രചാരണം അംഗീകരിക്കാനാവില്ല. ചികിത്സാ പിഴവിന് ഇരയായ ഉഷയും ഹർഷീനയും സ്ത്രീകളാണ്. അവർക്കും അവകാശങ്ങളുണ്ട്. ജെൻഡർ കാർഡ് ഇറക്കിയിട്ട് കാര്യമില്ലെന്നും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അനാസ്ഥയുടെ പിടിയിലാണെന്നതിന് സംശയമില്ല. പിടിപ്പുകൾ അതിൻ്റെ പര്യായമായി മാറിയിരിക്കുകയാണിത്. അതിൻ്റെ സംഭവങ്ങൾ ഒരു സ്ഥലത്തല്ല, ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. ഉഷ ഒരു സ്ത്രീയല്ലേ, അവർക്ക് സ്ത്രീയുടെ അവകാശങ്ങളൊന്നുമില്ലേ? ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടവരെല്ലാം സഹോദരിമാരല്ലേ? നമുക്കൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ ആ കുറ്റത്തെ ഏതെങ്കിലും കാണിച്ച്, ജാതി കാണിച്ച്, ജെൻഡർ കാണിച്ച്, മറ്റെന്തെങ്കിലും കാർഡ് കാണിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, അബദ്ധം പറ്റിപ്പോയാൽ അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് സിസ്റ്റം നന്നാവുക. ഈ തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തെറ്റുകളിലേക്ക് വഴുതി വീഴാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരോട് എന്ത് പറയാൻ? അവരെ നന്നാക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉഷയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉഷയുടെ ചികിത്സാ കാര്യത്തിൽ ഗൗരവം മനസ്സിലാക്കി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തിയ കൊച്ചി അമൃത ആശുപത്രിയോട് നന്ദി അറിയിക്കുന്നതായും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഗവൺമെൻറ് ഭാഗത്ത് യാതൊരു ചലനവും കാണാത്തപ്പോഴാണ് ഞാനൊരു ആംബുലൻസ് അയച്ചിട്ട് അമൃത ആശുപത്രിയുമായിട്ട് സംസാരിച്ച് അവരെ ഇങ്ങോട്ടേക്ക് അയച്ചത്. എനിക്ക് അമൃത ആശുപത്രിയോട് വളരെയധികം നന്ദിയുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി, സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി അവരാവശ്യമായിട്ടുള്ള ചികിത്സകൾ ചെയ്തു കൊടുത്തു. അതേസമയം തന്ത്രിയുടെ ജാമ്യ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന SITയുടെ ഹർജിയിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് SITക്കെന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. മന്ത്രിയെ സംരക്ഷിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം. കോടതിയാണ് തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ അത്ര തന്നെയാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. വിജിലൻസ് കോടതിയാണ് പറഞ്ഞത്. ജാമ്യം നൽകിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് തെളിവിന്റെ കണിക പോലുമില്ല. ആ വാചകമാണ് ഉദ്ദേശിച്ചത്. കോടതി വിധി തെറ്റാണെന്നാണ് പി. രാജീവ് പറയുന്നത്. തന്ത്രിയെ മനഃപൂർവ്വം പെടുത്താൻ ശ്രമിച്ചുവെന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് പി. രാജീവിന്റെ പ്രസ്താവനയെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി.